നമസ്കാരം. കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയ കൃഷ്ണകുമാറിൻ്റെ സ്ഥാപനത്തിൽ നടന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. അതായത് ആ ഷോപ്പിലെ CCTV ദൃശ്യങ്ങളും ഇവർ തട്ടിക്കൊണ്ടു പോവുകയാണ് ഉണ്ടായത്, അതായത് കൃഷ്ണകുമാർ തങ്ങളെ ഫലമായി തട്ടിക്കൊണ്ടു പോവുകയാണ് ഉണ്ടായത് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ പൊളിഞ്ഞ് പാളീസായിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. എങ്കിലും ഒരു കൗണ്ടർ കേസ്, അതായത് ഒരു കേസ് ഒരാൾ കൊടുക്കുമ്പോൾ അതിന് കൗണ്ടറായിട്ട് ഈ പറയുന്ന പെൺകുട്ടികൾ കൊടുത്ത കേസ് പോലീസ് ഒരു സത്യാവസ്ഥയും അന്വേഷിക്കാതെ 23 വർഷം തടവ് ലഭിക്കാവുന്ന രീതിയിലേക്കൊക്കെ ചാർജ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഏത് രീതിയിലാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ പോലീസ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയാണ്. ചേച്ചി, ഇവിടെ ഇപ്പോൾ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം എന്ന് പറയുന്നത് ഇവർ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. തട്ടിപ്പ് നടത്തുക മാത്രമല്ല, ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പുറത്തു വന്നപ്പോൾ ഒന്ന് ജാതി കാർഡ് ഇറക്കി കളിക്കാൻ ശ്രമിച്ചു, രണ്ട് സെക്ഷലി ഞങ്ങളെ അധിക്ഷേപിച്ചു എന്ന കാർഡ് ഇറക്കാൻ ശ്രമിച്ചു. അതിൻ്റെ ഭാഗമായി ധന്യാരാമൻ ഉൾപ്പെടെയുള്ള ചില ആളുകളൊക്കെ വന്നിട്ട് അയ്യോ ഇവർ ജാതി ഇങ്ങനെ ആയതുകൊണ്ട് ഇവരെ അങ്ങനെ പറഞ്ഞു. ഇതിൻ്റെ കൃത്യമായ കാര്യം, ചില ജാതി കാർഡ് ഇറക്കിയത് കൊണ്ട് ചില കാര്യങ്ങളിൽ ചിലർക്ക് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. അതേ പ്ലാറ്റ്ഫോം പിടിക്കാൻ നോക്കിയതാ, പക്ഷെ പണി പാലും വെള്ളത്തിൽ കിട്ടിയെന്ന് തന്നെ പറയാം. എങ്കിലും ഇവർ ഇപ്പോഴും മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നു നിന്നുകൊണ്ട് ധൈര്യപൂർവ്വം പറയുകയാണ് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇത് എന്തൊരു നാടാണ്! അത് വ്യക്തമായ തെളിവുകൾ, അതായത് ഈ കൃഷ്ണകുമാറും ഫാമിലിയും പ്രൊഡ്യൂസ് ചെയ്ത തെളിവുകളല്ല, അവർ തന്നെ ഈ 3 പെൺകുട്ടികൾ അവരവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, അതായത് ദിയ അവരോട് ഷൗട്ട് ചെയ്യുന്നത്, അവർ കൂർമ്മ ബുദ്ധി ഉപയോഗിച്ച് അതിനെ റെക്കോർഡ് ചെയ്യുവാണ്, അവർ വീഡിയോ ഷൂട്ട് ചെയ്യുകയാണ് ഇത് ലൗഡ് സ്പീക്കർ ഇട്ടിട്ട്. ആ ഒരു വീഡിയോ പുറത്ത് വിട്ടപ്പോൾ പോലും കാണുമ്പോൾ തന്നെ അറിയാം ഇത്രയും ലക്ഷങ്ങൾ നഷ്ടപ്പെട്ട ദിയ സംസാരിക്കാവുന്നതിൻ്റെ ഏറ്റവും മാന്യതയിലാണ് സംസാരിക്കുന്നത്. ഇത്രയും ഷൗട്ട് പലരും ഈ കമൻറ്റുകളൊക്കെ കാണാം, ഇവരായതുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നു, അത് ആദ്യം കൊടുക്കേണ്ടത് അടിയാണ്. അത് നിയമവിരുദ്ധമാണെങ്കിൽ പോലും ആ ഒരു വികാരം എന്ന് പറയുന്നത് അങ്ങനെ അധ്വാനിച്ചുണ്ടാക്കുന്നവർക്കല്ലേ മനസ്സിലാവുള്ളൂ അതിൻ്റെ കഷ്ടപ്പാട്. മാത്രമല്ല ഈ ദിയ കൃഷ്ണ എന്ന് പറയുന്ന ആ പെൺകുട്ടി സ്വന്തമായി അധ്വാനിച്ച് സ്വന്തം കല്യാണം നടത്തിയ ഒരു പെണ്ണ്, അതായത് ഏതൊരു പെണ്ണും, അതായത് ഞാൻ ഉൾപ്പെടെയുള്ള പെണ്ണുങ്ങൾ മാതൃകയാക്കേണ്ട ഒരു വ്യക്തിയാണ്. ബ്രേക്കപ്പുകളുണ്ടായി, ജീവിതത്തിൽ താഴ്ചകളുണ്ടായി, അതിനെ തരണം ചെയ്ത രീതി, അതെല്ലാം അവരുടെ ആ വ്ലോഗുകളിൽ തന്നെ വ്യക്തമായി കാണാവുന്നതാണ്. നമ്മളെപ്പോലുള്ള മിക്കവാറും സ്ത്രീകളെല്ലാം ഒരു ചെറിയൊരു വീഴ്ച വരുമ്പോൾ പതറിപ്പോകുന്നവരാണ്. അപ്പോൾ അത് ഫിനാൻഷ്യൽ ആയാലും ശരി, ഇമോഷണൽ ഡാമേജ് ആയാലും ശരി, ഒരു റിലേഷൻഷിപ്പിലായാലും ശരി, എന്തിലായാലും ഈ ഒരു വീഴ്ച വരുമ്പോൾ വല്ലാതെ പതറിപ്പോയി അവരങ്ങ് ഡൗൺ ആയി പോകും. അതിൽ നിന്ന് കരകയറി വരാൻ ഒരുപാട് സമയമെടുക്കും, ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. പക്ഷെ അങ്ങനെയുള്ള സ്ത്രീകൾ കണ്ടുപഠിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് ദിയ കൃഷ്ണ എന്ന് പറയുന്ന ആ ഒരു ലേഡി. അപ്പോൾ അവരുടെ കല്യാണം സ്വയം നടത്തിയത്, അതെല്ലാം അവർ ശരിക്കും പറഞ്ഞാൽ ആ കുടുംബത്തിൽ എല്ലാവരും ബ്ലോഗേഴ്സാണ്, എല്ലാവരും ജനങ്ങൾക്ക് മുന്നിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായ ആൾക്കാരാണെങ്കിൽ അതിൽ എനിക്ക് വ്യക്തിപരമായി അതിൽ ഏറ്റവും ഇഷ്ടം തോന്നിയിട്ടുള്ളത് ദിയയോടാണ്. വളരെ, അതായത് സാധാരണക്കാരായി തന്നെയാണ് മറ്റുള്ളവരോട് സംസാരിക്കുന്നത്. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, നേരിട്ട് പരിചയമില്ലെങ്കിലും ആ ഒരു പെരുമാറ്റവും രീതികളും എല്ലാം വളരെ സോഷ്യൽ മൈൻഡഡ് ആയിട്ടാണ് ആ പെൺകുട്ടി ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ അവർ ഈ പെൺകുട്ടികൾക്ക് ഒരു അനിയത്തിയെ പോലെയുള്ള, കൃഷ്ണകുമാർ ഇത്രയും സ്വാതന്ത്ര്യം ഇവർക്ക് കൊടുക്കണ്ട എന്ന് പറയുമ്പോൾ പോലും ആ അനിയത്തിമാരെ പോലെയല്ലേ എന്ന് കരുതിയാണ് ആ പെൺകുട്ടികൾക്ക് ആ ഒരു സ്വാതന്ത്ര്യം കൊടുത്തത്. വിശ്വസിച്ച് ഈ കാശ് പോകുന്നതിലുപരി വിശ്വാസവഞ്ചന എന്ന് പറയുന്നത്, വിശ്വാസം വഞ്ചിക്കുക, ആ വഞ്ചന, അത് എങ്ങനെ അത് ക്ഷമിക്കാൻ കഴിയുന്ന ആ ഒരു സമയം കടന്നു പോകണം. അത് വലിയ പാടാണത്, വിശ്വാസവഞ്ചനയെ അതിജീവിക്കുക എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ആ പെൺകുട്ടി പ്രഗ്നൻ്റ് കൂടിയാണ്. അപ്പോൾ അവരുടെ വിവാഹം, പ്രഗ്നൻസി, ഈ പീരീഡ്, ആ സമയം അവർ മുതലാക്കിയാണ്. പക്ഷേ ഇവർ ഈ ഓരോ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും ഈ ഡിജിറ്റൽ തെളിവുകൾ ഈ കാലത്ത് ഇത്ര മണ്ടരാണോ ഈ പെൺകുട്ടികൾ? ഇവർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നില്ലേ? വെറുതെ റീൽസ് കണ്ട് കളയാനാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ഇവർ പറഞ്ഞത് ഈ കാശ് ഇവരുടെ ഗൂഗിൾ പേയിൽ വാങ്ങിച്ചിട്ട്, നികുതി തട്ടിക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ട് ATM നിന്ന് എടുത്ത് എന്നും ദിയയ്ക്ക് കൊണ്ട് കൊടുക്കുമായിരുന്നു. അപ്പോൾ ഇവർക്കൊരു ബോധമില്ലേ? ATM നിന്ന് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുത്താൽ അറിയാവുന്നതേ ഉള്ളൂ ഈ കാശ് വരുന്നതും പോകുന്നതും. ഇത് ഒരു കാലവും കണ്ടുപിടിക്കില്ല എന്നാണോ ഈ പെൺകുട്ടികൾ കരുതി? ഒരു കള്ളം ചെയ്യുമ്പോൾ അത് ആ പെൺകുട്ടികൾ തന്നെ പറയുന്നുണ്ടായിരുന്നു, സാലറി കൊടുക്കുന്നതിന് പുറമെ 5000 രൂപയൊക്കെ കൊടുക്കുമായിരുന്നു എന്ന്. അപ്പൊ എന്തുമാത്രം മനസ്സിലെ ആ ദുഷിച്ച മനസ്സാണ് ഈ കാണുന്നത്. ഈ ചെറുപ്രായത്തിൽ ഇത്രയും ദുഷിച്ച മനസ്സുമായിട്ട് ഇവരെങ്ങനെയാണ് ഈ ലോകത്ത് ജീവിക്കാൻ പോകുന്നത്? പിന്നെ വേറൊരു കാര്യം, ഇതിപ്പോൾ ഈ വീഡിയോസും ഈ കേസ് പുറത്ത് വന്നപ്പോൾ സാധാരണ ഓരോ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ എല്ലാവരും
രണ്ട് പക്ഷം നിൽക്കും. അതെ. ഈ അമ്മയെ തയ്യാലും രണ്ട് പക്ഷം എന്ന് പറയുന്ന പോലെ എല്ലാവരും ഈ രണ്ട് പക്ഷം നിന്നിട്ട് അവരുടെ ഭാഗത്തെ ന്യായം അല്ലെങ്കിൽ കുറ്റം ഇങ്ങനെ വാദിക്കാറുണ്ട്. ഇതില് ആ പെൺകുട്ടികളുടെ, അതായത് അധിക സമയമൊന്നും പിടിച്ചില്ല. ഈ ഇഷ്യൂ പുറത്തു വന്ന് നിമിഷങ്ങൾക്കകം, മണിക്കൂറുകൾക്കകം തന്നെയാണ് ഈ പെൺകുട്ടികളുടെ വീഡിയോയും ലീക്കായത്. അത് കാണുമ്പോൾ ഏതൊരു സാധാരണ മനുഷ്യന് കാണുമ്പോൾ മനസ്സിലാവും ഈ പെൺകുട്ടികൾ പറയുന്നതിലെ ആ കള്ളത്തരങ്ങളും അവർ ആ ജാതി കാർഡ് എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതും. അത് ആരോ പറഞ്ഞ് പഠിപ്പിച്ചതുപോലെ വന്ന് പറയുന്നു ജാതി അധിക്ഷേപം നടത്തി എന്ന് പറയുമ്പോൾ അപ്പോൾ കുറേ ആൾക്കാരുണ്ട്. കാരണം ഈ ദിയയുടെ അച്ഛൻ്റെ രാഷ്ട്രീയം അത് വെച്ചിട്ട് ഇവരെ, ചുരുക്കി പറഞ്ഞാൽ ദിയയുടെ അച്ഛൻ, എല്ലാവർക്കും അവരവരുടേതായ രാഷ്ട്രീയമുണ്ട്. അതായത് ഇപ്പൊ BJP അല്ലെങ്കിൽ സംഘി എന്ന് പറയുന്നത് ഒരു കുറച്ചിലായിട്ട് കാണുന്നത്. ഇവിടെ ആ സംഘി എന്ന് പറഞ്ഞ ഒരാളെ അധിക്ഷേപിക്കാൻ വേണ്ടി സംഘി എന്ന് ഉപയോഗിക്കുന്നു. പക്ഷേ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ്, ഇല്ലേ? ഈ 2 തവണ കഴിഞ്ഞ് 3-ാം തവണയും ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ജനങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അവർ വീണ്ടും ഭരണത്തിലേറുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അവർക്ക് അവരുടേത് രാഷ്ട്രീയം, അച്ഛൻ്റെ രാഷ്ട്രീയം കൊണ്ട് മക്കളുടെ സിനിമാ അവസരവും അവരുടെ സോഷ്യൽ മീഡിയയിൽ എതിർക്കുന്നതും അതൊരു ശരിയായ പ്രവണതയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഈ പലരും പല അഭിപ്രായം പറഞ്ഞ കൂട്ടത്തിൽ ശ്രദ്ധിച്ചു വന്ന് ലൈഫ് ഓഫ് അനന്തു എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബർ, അയാൾക്ക് 2.35 ലക്ഷം, ഒരു 2.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരാളാണ്. അയാളുടെ വീഡിയോ ഇപ്പം എത്ര ഒരു സാമാന്യ ബുദ്ധിയുള്ളവർക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അയാൾ ഈ അവസരം മുതലാക്കിയിട്ട് അയാൾക്ക് നേരത്തെ ദിയയെ വിമർശിച്ചുകൊണ്ട് അയാൾ വീഡിയോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതൊരു യൂട്യൂബർമാർ കൂടുതലും അങ്ങനെ ചെയ്യാറുണ്ട്. എന്താണ് റിയാക്ഷൻ വീഡിയോസ് എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരെ വിമർശിച്ചിട്ട്, ശരിക്കും പറഞ്ഞാൽ വ്യക്തി അധിക്ഷേപം തന്നെയാണ് പലരും നടത്തുന്നത്. അതിനോട് എനിക്ക് യോജിപ്പില്ല. എന്നാലും അയാൾ ഇത് ഇത്രയും വ്യക്തമായി സകലരും പറയുന്നു. അയാൾ കൊടുത്തത് എന്താണെന്നറിയാമോ? 3 പെൺകുട്ടികൾ തെളിവടക്കം കയ്യോടെ പൊക്കി, അല്ല കട്ടുണ്ടേ, 3 പെരുങ്കള്ളികൾ തെളിവടക്കം, അല്ല ആദ്യം ആ ലൈഫ് ഓഫ് അനന്തു കൊടുത്ത തമ്പുകളാണ്. അറസ്റ്റുഡൻ ബട്ട് ഐ ഹാവ് പിടിപാട്, നടന്നത് വൻ തട്ടിപ്പ്, തെളിവുകൾ പുറത്ത്. എന്ത് തെളിവ് കണ്ടിട്ടാണ് ഇത്തരം തമ്പ് വിട്ടിട്ട് അതുപോലത്തെ വീഡിയോ അയാൾ ചെയ്തതെന്ന് മനസ്സിലായി. പിന്നെ വേറൊരു ബ്രഹ്മോസ് അങ്ങനെ എന്തോ ഒരു, എനിക്ക് അതിന്റെ പേരറിയില്ല, ഒരു കാഷായ വസ്ത്രം ധരിച്ച ഒരു താടിയുള്ളവരാണ്, സ്വാമി. ഈ കാഷായ വസ്ത്രത്തിനെ കുറിച്ച് ഈ ഇദ്ദേഹം എന്താണ് ധരിച്ചു വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇരുന്ന് പറയുന്ന വായുന്ന വാക്കുകൾ, ഒരു പെൺകുട്ടി, ഗർഭിണിയായ ഒരു പെൺകുട്ടിയെ കുറിച്ചാണ് പറയുന്നത്. അവൾ ജയിലിൽ പ്രസവിക്കും, അവൾ എന്ത് രാജ്യദ്രോഹ കുറ്റം ചെയ്തിട്ടിരിക്കുന്നതാണ്. അവൾ അധ്വാനിച്ച പൈസ 3 പെൺകുട്ടികൾ ചേർന്ന്, പെൺകുട്ടികളൊന്നും ഇനി അവരെ പറയേണ്ട കാര്യമില്ല, പെരുങ്കള്ളികളെന്ന് തന്നെയാണ് യഥാർത്ഥത്തിൽ പറയേണ്ടത്. പക്ഷെ ഇത് ഇത്രയും വ്യക്തമായിട്ടുണ്ട്. ഇപ്പം ഇന്നിപ്പോൾ പുറത്തു വന്നത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും CCTV ദൃശ്യങ്ങളും എല്ലാം പുറത്തു വന്നപ്പോൾ പൂർണ്ണമായും അത് വ്യക്തമായിട്ടുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത് ഈ ദിയ കൃഷ്ണ ജയിലിൽ പ്രസവിക്കും. ഈ ലൈഫ് ഓഫ് അനന്തവും വളരെ രൂക്ഷമായിട്ട്, വളരെ മോശമായിട്ട്, വ്യക്തമായ തെളിവുകളില്ല ദിയയ്ക്കെതിരെ പറയാൻ, എന്നിട്ട് പോലും ദിയയെ ആക്രമിക്കുകയാണ്. ഈ 69 ലക്ഷം നഷ്ടപ്പെട്ടത് ദിയയ്ക്ക്. ദിയ ലോൺ എടുത്ത് നടത്തുന്ന ബിസിനസ്, അതിൽ നിന്ന് അവൾ പ്രഗ്നൻ്റ് ആണ്, ആ ഒരു പരിഗണന പോലും കൊടുക്കാതെ ദിയയ്ക്കെതിരെ വിമർശനങ്ങൾ ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ പാർത്ഥം പറഞ്ഞു പോലീസ് കൗണ്ടർ കേസിന് എതിരെ, അതായത് 7 വകുപ്പുകളാണ്, അതിൽ 3 ജാമ്യമില്ലാ വകുപ്പുകളും കൂടെയാണ്. ഇപ്പം പേരൂർക്കടത്തെ ഒരു മോഷണ കേസ് അറിയില്ലേ? അപ്പം അതിൽ ആ സ്ത്രീ മാല മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് പോലീസ് അവിടെ പിടിച്ചു വെച്ചിരുന്നു. രാത്രി വെള്ളം കൊടുത്തില്ല, ഇങ്ങനെയൊക്കെ കുറേ ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ മാല കിട്ടിയത് എവിടെ നിന്നാണ്? ആ പറമ്പിൽ നിന്ന് തന്നെയാണ് കിട്ടിയത്. അപ്പോൾ ആ മോഷണ അന്വേഷണം അവിടെ നിർത്തിവെച്ചു. പകരം ആ പോലീസ് മാല മോഷ്ടിച്ചു എന്ന് ആരോപിക്കപ്പെട്ട ആ സ്ത്രീയെ അപമാനിച്ചു എന്നുള്ളത് അത് ജാതിക്കാടിൻ്റെ ആയിരുന്നു. അപ്പോൾ ഇപ്പം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലും ഇവരൊരു പരാതി കൊണ്ടുകൊടുക്കുന്നു. ഇപ്പം അവർ ആലോചിക്കുന്നത് എന്തായിരിക്കും എന്നറിയാമോ? ആ പരാതി പരിഗണിച്ചില്ലേ നാളെ ഈ ജാതിക്കാട് വെച്ചിട്ട് ഈ പോലീസുകാർക്കല്ലേ അത് കുറ്റം വരുന്നത്. അതുകൊണ്ടായിരിക്കാം അവർ ഇപ്പം എല്ലാവരും ചോദിക്കുന്നു. ആദ്യം പരാതി കൊടുത്തത് കൃഷ്ണകുമാർ ആയിരുന്നു. അപ്പോൾ ആ പരാതി പരിഗണിക്കാതെ ഈ പെൺകുട്ടികളോട് തട്ടിക്കൊണ്ടുപോകൽ, ആ പരാതി എന്തുകൊണ്ട് ഇത്രയും ഇമ്പോർട്ടൻസോടെ പരിഗണിച്ചു എന്ന് ചോദിക്കും. നമുക്കും തോന്നിയില്ലേ ഈ പോലീസ് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന്? അതിൻ്റെ പിന്നിലുള്ള ചേതോ വികാരം ഇതായിരിക്കാം. അല്ല, അതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഞാനിങ്ങനെ ഞെട്ടിപ്പോയൊരു കാര്യം എന്ന് പറയുന്നത്, കൃഷ്ണകുമാർ ഇവരെ മാനഭംഗപ്പെടുത്തും എന്ന് പറഞ്ഞു. കൃഷ്ണകുമാർ മാത്രമല്ല, ആ ദിയയുടെ ഭർത്താവ്, ആ പയ്യനെതിരെയും പറഞ്ഞു, ആള് രാത്രി വിളിച്ച് അനാവശ്യം പറഞ്ഞു എന്ന് ആ രീതിയിലും പറയുന്നുണ്ട്. നോക്കണം ചേച്ചി, നോക്കണം ഒന്ന്
ജാതി വളരെ കൃത്യമായി ഉപയോഗിച്ചു. 2, സ്ത്രീത്വം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. സ്ത്രീകൾക്ക് നമ്മുടെ ഭരണഘടന കൊടുക്കുന്ന, നമ്മുടെ സമൂഹം കൊടുക്കുന്ന കുറേ അധികാരങ്ങളുണ്ട്, അവരുടെ സംരക്ഷണത്തിന് വേണ്ടി കൊടുക്കുന്നതാണത്. അതിനെ മാക്സിമത്തിൽ ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചു ഇവിടെ. ഈ കാര്യത്തിൽ, ജാതിയുടെ കാര്യത്തിൽ ഇവർ പറയുന്ന കാര്യം, ഇവർ ജാതി പറയും, ഇവർ ക്രിസ്ത്യൻസ് ആണ്. ക്രിസ്ത്യൻസിന് എന്താണ് ജാതി എവിടെയാണ് വരുന്നത്? എനിക്ക് മനസ്സിലായി. പിന്നെ ഇവർ പറയുന്നുണ്ട് ഇത് കേരളം ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്, അതുകൊണ്ട് ഈ ജാതിക്കാടർക്ക് ഞങ്ങൾ അധിക്ഷേപിച്ചു. ഈ മുക്കുവന്മാർ, നിങ്ങൾ മുക്കുവത്തികളല്ലേ എന്ന് ചോദിച്ചു എന്ന് പറയുന്നുണ്ട്. കാരണം മുക്കുവത്തി എന്ന് പറയുന്നത് എന്തെങ്കിലും തരത്തിൽ മോശമാണോ എന്ന് എനിക്കറിയാം. ഇവർ ചോദിച്ചിട്ടില്ല. ഒന്ന്, അവരാണ് സ്വയം അധിക്ഷേപിക്കുന്നത് ഒന്നതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. പിന്നെ ഈ പറയുന്ന സെക്ഷൽ അബ്യൂസിങ് അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്നതിന് യാതൊരു തെളിവുമില്ല. ഇവരെ തട്ടിക്കൊണ്ടുപോയി എന്നാണ് ഏറ്റവും വലിയ കാര്യം പറഞ്ഞത്. തട്ടിക്കൊണ്ടുപോയതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ അതൊന്ന് പറയട്ടെ സാർ, എന്നെ തട്ടിക്കൊണ്ടുപോയി. എങ്ങനെയാ തട്ടിക്കൊണ്ടുപോയത്? എന്റെ സ്കൂട്ടറിൽ ഞാൻ പുറകെ പോയി തട്ടിക്കൊണ്ട്. ഇവർ കയറി പോകുന്നത് കാര്യം കാണുന്നുണ്ട്, ഇവരുടെ ആളുകൾ സംസാരിക്കുന്നത് കാണുന്നുണ്ട്. എന്നിട്ട് അവരോടൊപ്പം ഇവർ കയറി പോവുകയാണ്. എന്നിട്ട് ഒരാൾ ബൈക്കിലാണ് പോകുന്നത്, സ്കൂട്ടിയിൽ, സ്വന്തം വണ്ടിയിലാണ് പോകുന്നത്. ഇതൊക്കെയാണ് തട്ടിക്കൊണ്ടുപോകലിന്റെ ഒരു വേർഷൻ എന്ന് പറയുന്നത്. ഇപ്പം ധന്യാറാമനെ പോലുള്ള ചില ആളുകളൊക്കെ ജാതി കിട്ടിയാൽ ഉടനടി അതിലേക്ക് ഇരച്ചു കയറി ഇതെന്തോ വലിയ പ്രശ്നമാണ് എന്നൊക്കെ ഉണ്ടാക്കാനും, പിന്നെ കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് ആയതുകൊണ്ട് ഇത് കുറച്ചും കൂടി അങ്ങ് പോകും എന്നൊരു ധാരണ ഇവർക്കുണ്ടായിരുന്നു. പക്ഷേ കൃഷ്ണകുമാർ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കിട്ടിയ പിന്തുണ അത് വളരെ ശ്ലാഘനീയമായിട്ടാണ് പറയുന്നത്. അതാണ്, അത് ചിറ്റിപ്പോയി. കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കാര്യത്തിലെടുത്ത നിലപാട് എന്ന് പറയുന്നത് വളരെ കൃത്യമായിരുന്നു. കാരണം കൃഷ്ണകുമാർ മുഖ്യമന്ത്രിയെ വിളിക്കുന്നു, മുഖ്യമന്ത്രിയോട് കാര്യങ്ങൾ കൃത്യമായി പറയുന്നു. അതിനുശേഷം മുഖ്യമന്ത്രി DGPയെ വിളിക്കുന്നു, കമ്മീഷനെ വിളിച്ചിട്ട് പറയുന്നു ഈ കേസിനകത്ത് സത്യസന്ധമായി ആരുടെ ഭാഗത്താണ് ന്യായമെന്ന് നോക്കിയിട്ട് അറസ്റ്റ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജോമോൾ ജോസഫ് എന്ന് പറയുന്ന ഒരു നമ്മുടെ ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ഒരു വനിതാ പ്രവർത്തക, സാമൂഹ്യ പ്രവർത്തകയോടെയാണ് അവർ അവരൊരു പോസ്റ്റ് ഇട്ടതിൽ കൃത്യമായി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ശ്രീലക്ഷ്മി അറക്കലും നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. അവർ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇതിൽ പല കാര്യങ്ങൾ ഉപയോഗിച്ച് കൃഷ്ണകുമാറിനെ എങ്ങനെയെങ്കിലും കുറച്ച് ദിവസത്തേക്ക് അകത്താക്കുക. ഒരു വെള്ളിയാഴ്ച അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ശനിയാഴ്ച ഞായറാഴ്ച കോടതിയില്ല, ആ 2 ദിവസം അകത്ത് കിടത്തുക എന്ന്, അതിനുശേഷം എന്ത് ചെയ്യുക, പിന്നെ പുറത്തു വന്നാൽ ഇപ്പം നിലമ്പൂർ തെരഞ്ഞെടുപ്പൊക്കെയായി ബന്ധപ്പെട്ട് ഒരു സംഘിയെ അകത്താക്കി എന്നൊരു ഇമേജ് കിട്ടും. ഇത് മുഖ്യമന്ത്രിയുടെ ബുദ്ധി ഉദിച്ച ബുദ്ധിയല്ല. അല്ല, ഈ പല വിഷയങ്ങളിലും മുഖ്യമന്ത്രി അറിയാതെ മുഖ്യമന്ത്രി ഈ പഴികേൽക്കേണ്ടി വരുന്നു. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരത്തിൽ മണ്ടത്തരം ചെയ്ത ഒരാളല്ല. അതാണ് എന്ത് നമ്മൾ രാഷ്ട്രീയ വിമർശനം ഉണ്ടെങ്കിലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ പറ്റി നമ്മൾ പറയേണ്ടത് ഒരുപാട് കാലം കേരളം കണ്ട, രാഷ്ട്രീയം കണ്ട, പൊളിറ്റിക്സ് അറിഞ്ഞ് കളിച്ചൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് അറിയാം എവിടെ എങ്ങനെ കളിക്കണം എന്നുള്ളത്. ഞാൻ രാഷ്ട്രീയപരമായി ആളുകളോട് പകപോക്കുന്ന ഒരാളല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. മറ്റ് ചില ആളുകൾ ചേർന്നുകൊണ്ട് ഇപ്പം മറുനാടൻ ഷാദിൻ്റെ അറസ്റ്റ് അങ്ങനെയുള്ളൊരു നാടകമായിരുന്നു. മുഖ്യമന്ത്രി അറിയാതെ ചില ആളുകൾ കളിച്ച കളിയായിരുന്നു. അതുപോലെ തന്നെയാണ് കൃഷ്ണകുമാറിൻ്റെ അറസ്റ്റ്. കൃഷ്ണകുമാറിനെ ചെയ്ത് കളഞ്ഞാൽ ഭയങ്കര എന്തോ സംഭവം. ഇത് നേരെ തിരിച്ച് ഇതിൻ്റെ പഴി മൊത്തം കഴിക്കുന്ന ആരാണ്? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അപ്പം മുഖ്യമന്ത്രി കാര്യത്തിൽ ഇടപെട്ടു, കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ട്. അവിടുത്തെ SHOയ്ക്ക് ഈ പെൺകുട്ടികളോട് ഒരു പ്രത്യേക മമതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. SHO നിൽക്കേണ്ടത് ന്യായത്തിൻ്റെ ഭാഗത്താണ്. എന്തായാലും ഇത്തരത്തിൽ ഒരു കൊടും കള്ളം ചെയ്യുക, എന്നിട്ട് ജാതിക്കാട് ഇറക്കുക. അതിന് മുമ്പൊരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ജാതീയമായി അവരെ എന്തെങ്കിലും തരത്തിൽ അകറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ പറയുന്നത് എൻ്റെ സ്ഥാപനത്തിലെ കുട്ടികളാണ് വരുന്നത്. എത്ര സന്തോഷത്തോടാണെന്ന് അറിയോ അവരെ ചേർത്ത് പിടിക്കുന്നത്. മുമ്പ് അവർ എടുത്തിട്ടുള്ള ഓരോ വീഡിയോകളിലും ഫോട്ടോസിലും ഇവരെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഫോട്ടോസുകളുണ്ട്. ജാതി പ്രശ്നമാണെങ്കിൽ ഇവരെ ഇവിടേക്ക് ജോലിക്കെടുക്കാതിരുന്നൂടെ, ഇവർ ഫംഗ്ഷനിൽ ഇവരെ അടുപ്പിക്കണോ? ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ കേരളം ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. എന്ത് തന്നെയായാലും ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് രാഷ്ട്രീയത്തിന് അതീതമായി കേരളം ഈ കാര്യത്തിൽ കൃഷ്ണകുമാറിനൊപ്പം നിന്നിട്ടുണ്ട്. ഒരു ഭാഗം, കുറച്ച് ചുടാപ്പികളും കുറച്ച് ആളുകൾ മാത്രമാണ് ഇദ്ദേഹത്തെ വളരെ ചെറിയൊരു ശതമാനം. ഗാർഗിയും പോസ്റ്റ് ഇട്ടത് ഈ കൃഷ്ണകുമാറിനെതിരായിട്ടാണ്. അത് വായിച്ചു നോക്കുന്നത് ഇവർ എന്തുകൊണ്ട് നിഷ്പക്ഷമായിട്ടൊന്നും എഴുതണ്ട, കാണുമ്പോൾ ഇത്രയും വ്യക്തമായി പകൽ പോലെ വ്യക്തമാണ്. ഇതിൽ കൃത്യമായ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്നത്തോടെ ഏകദേശം എല്ലാ കാര്യങ്ങളും വ്യക്തമായി കഴിഞ്ഞു. ഇനിയെങ്കിലും ഈ കൃഷ്ണകുമാറിനെയും കുടുംബത്തെയും അധിക്ഷേപിച്ച് ഫേസ്ബുക്ക് കുറിപ്പുകൾ എഴുതിയവര്, വീഡിയോ ചെയ്തവര്, അവരെല്ലാം തിരുത്താൻ തയ്യാറാവുമോ എന്ന് കൂടി നമുക്ക് കണ്ടറിയേണ്ടത്. തീർച്ചയായിട്ടും. അതിൽ ഏറ്റവും കൂടുതൽ സങ്കടമുള്ള കാര്യം ഇവരിപ്പോൾ ഒരു ഗർഭിണിയാണ് എന്നുള്ളതാണ്. ഈ ഗർഭസമയത്തുണ്ടാകുന്ന സ്ട്രെസ് വലിയ ട്രോമയായിട്ട് മനസ്സിൽ കിടക്കും. അത് ശാരീരിക രോഗങ്ങളായി വരും. ഈ കുഞ്ഞിൻ്റെ അവസ്ഥ വല്ലാത്ത പ്രശ്നത്തിൽ പോകും. ഇത് കൊടും പാപം കൂടിയാണ് ഇവർ ചെയ്യുന്നത്, ക്രൂരതയാണ്. ഇവർ 3 പെണ്ണുങ്ങളാണ് എന്ന് പറയുന്നിടത്ത് മാതൃത്വത്തിന്റെ വില ഇവർ മനസ്സിലാക്കാത്ത ആളുകളാണ് എന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ. സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുണ്ടായ നിയമത്തെ ഇങ്ങനെ ദുരുപയോഗം ചെയ്യുന്നവരെ അവർ യഥാർത്ഥത്തിൽ സ്ത്രീകൾക്ക് അപമാനം തന്നെയാണ്. തീർച്ചയായിട്ടും.